चाबहार पोर्ट का मेरा फाइनल एग्रीमेंट हुआ। ये बहुत बड़ा काम है जी। किसी तीसरे के आधार पर हम अपने निर्णय नहीं करेंगे जी, हम निर्णय हमारे लिए करेंगे। ഇത് തന്റെ ബിസ്ക്കറ്റ് തിന്നുന്ന പ്രധാന ഗോധി മീഡിയ ആളുകളുടെ മുന്നിൽ മോദി പറഞ്ഞത്. Recently, India faced tough new challenges with trade tariffs which were imposed by the United States. While many leaders globally yielded under pressure, you, Modi ji, chose to stand firm and push back. ഇത് പ്രധാന ഗോധി മീഡിയ ആങ്കറും മൊദാനിയുടെ NDTVയുടെ സിഇഒയും എഡിറ്റർ ഇൻ ചീഫുമായ രാഹുൽ കൺവൽ മോദിയെ മുന്നിൽ നിർത്തിക്കൊണ്ട് മോദിയുടെ 56 ഇഞ്ച് മഹത്വം പറയുന്നത്. ഇങ്ങനെയാണ് മോദിയുടെ ബിസ്ക്കറ്റ് തിന്നുന്ന ഈ വളർത്തുനായ്ക്കൾ ഇന്ത്യയിലെ ജനങ്ങളെ പമ്പര വിഡ്ഢികൾ ആക്കിയതും പമ്പര വിഡ്ഢികളാക്കി നിലനിർത്തിക്കൊണ്ടു പോകുന്നതും. എന്നാൽ യാഥാർത്ഥ്യം ഇതിന്റെ നേരെ ഓപ്പോസിറ്റാണ്, നേർ വിപരീതം. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റായി വരുന്ന ന്യൂസ് എന്താണ് എന്ന് അറിയാമോ? ട്രംപിന്റെ ഭീഷണിയെ തുടർന്ന് മോദി ഈ പറഞ്ഞ ചബഹർ പോർട്ട് പ്രോജക്റ്റിൽ നിന്ന് ഇന്ത്യ പതിയെ വേണ്ടെന്ന് വെച്ച് പുറത്തു ചാടിയിരിക്കുകയാണ്. ഈ ചബഹർ പോർട്ട് ഇന്ത്യക്ക് എത്ര ക്രിട്ടിക്കൽ ആയിട്ടുള്ളതായിരുന്നു എന്നും ഇതിൽ നിന്ന് ആരും അറിയാതെ ട്രംപിനെ പേടിച്ച് ഉപേക്ഷിച്ച് പുറത്തു ചാടിയതുമായ കാര്യങ്ങൾ നമുക്ക് കൃത്യമായി മനസ്സിലാക്കാം. ഇത്തരം സത്യസന്ധമായ വാർത്തകൾക്കും അവലോകനങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇറാനിലെ ഗവൺമെന്റിനെതിരെ അവിടുത്തെ ജനങ്ങൾ വലിയ പ്രക്ഷോഭത്തിലാണ്. വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണ് ഇറാൻ. വിലക്കയറ്റം ജനങ്ങൾക്ക് ഒരു വിധത്തിലും താങ്ങാനാവാത്ത നിലയിലെത്തിയിരിക്കുന്നു. അവിടെ പ്രതിഷേധ സമരം നടത്തുന്നവരെ അടിച്ചൊതുക്കുന്നു എന്ന ന്യായം പറഞ്ഞ് കഴിഞ്ഞ ദിവസം ട്രംപ് സോഷ്യൽ മീഡിയയിലൂടെ ഒരു പ്രസ്താവന ഇറക്കി. ഉടനെ പ്രാവർത്തികമാകുന്ന രീതിയിൽ ഇറാനുമായി വ്യാപാരം നടത്തുന്ന എല്ലാ രാജ്യങ്ങളും 25% താരിഫ് നേരിടേണ്ടി വരുമെന്ന്. ജനുവരി 12-ാം തീയതിയാണ് ട്രംപ് മറ്റ് രാജ്യങ്ങളെയെല്ലാം ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെ ഉത്തരവിറക്കുന്നത്. ഉടനെ എന്താണ് സംഭവിച്ചത് എന്ന് അറിയാമോ? ഈ വാർത്ത കണ്ടോ? അമേരിക്കയുടെ 25% താരിഫിന്റെ പേരിൽ ഇറാനിലേക്കുള്ള അരിയുടെയും ചായയുടെയും ഇറക്കുമതി നിലച്ചിരിക്കുന്നു എന്ന്. ഇറാനും ഇന്ത്യയുമായി ഏതാണ്ട് $1.6 ബില്യൺ വ്യാപാരമാണ് ഉള്ളത്. അതിൽ ഇന്ത്യക്ക് വലിയ ട്രേഡ് സർപ്ലസ് ഉണ്ട്. ഇറാനിൽ നിന്ന് ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്നതിന്റെ 10 മടങ്ങ് വിലപിടിപ്പുള്ള സാധനങ്ങളാണ് ഇന്ത്യ ഇറാനിലേക്ക് കയറ്റി അയക്കുന്നത്. അങ്ങനെ ഇറാനുമായുള്ള ഇന്ത്യയുടെ എല്ലാ ട്രേഡും പരിപൂർണമായി ഇന്ത്യ ഇതേ തുടർന്ന് അവസാനിപ്പിച്ചു. 2019 വരെ ഇന്ത്യ ഇറാനിൽ നിന്ന് ഓയിൽ വാങ്ങിക്കൊണ്ടിരുന്നതായിരുന്നു. എന്നാൽ അമേരിക്ക ഇറാൻ ഓയിൽ സാങ്ഷൻ ചെയ്തതോടുകൂടി 56 ഇഞ്ച് മോദി 2019 ഇറാനിൽ നിന്ന് ഓയിൽ വാങ്ങുന്നത് അവസാനിപ്പിച്ചു. ഒറ്റയടിക്ക് ഇറാനുമായി വർഷങ്ങളായി ഉണ്ടായിരുന്ന ബന്ധമാണ് അന്ന് നോൺ ബയോളജിക്കൽ 56 ഇഞ്ച് അവസാനിപ്പിച്ചത്. അങ്ങനെ ആരുടെ ഭീഷണിക്കും താൻ വഴങ്ങുകയില്ല എന്ന് ഈ പറയുന്ന മോദി. ഇവിടെ മോദി തന്റെ വാലാട്ടികളായ മാധ്യമപ്രവർത്തകരെ മുന്നിൽ വിളിച്ചിരുത്തി പറയുന്നത് മുഴുവനായി കേട്ടുകൊള്ളൂ. चाबहार पोर्ट का मेरा फाइनल एग्रीमेंट हुआ। ये बहुत बड़ा काम है जी। सेंट्रल एशिया से जुड़ा हुआ मेरा इकोनॉमी का बहुत बड़ा काम हुआ है। लेकिन अब पता नहीं यहाँ अब फर्स्ट हेड टेबल क्या होता है जी? सारे लड़ाइयों के बीच में मेरा चाबहार का एग्रीमेंट हो जाता है। तो मेरे पहली वस्तु ये। दूसरा, किसी तीसरे के आधार पर हम अपने निर्णय नहीं करेंगे जी, हम निर्णय हमारे लिए करेंगे। फलाने को बुरा लगेगा तो इससे बात करूंगा तो क्या होगा जी? नहीं, मैं सबसे बात करूंगा. ചാബഹാർ പോർട്ടിന്റെ ഫൈനൽ എഗ്രിമെന്റ് ഞാൻ ഒപ്പിട്ടു. ഇത് വളരെ വലിയ പ്രോജക്റ്റാണ്. സെൻട്രൽ ഏഷ്യയിൽ ഞാൻ എക്കോണമിയുമായി ബന്ധപ്പെട്ട വളരെ വലിയ കാര്യമാണ് ചെയ്തത്. ഈ വലിയ സംഘർഷങ്ങളുടെ ഇടയിലും ഞാൻ ചബഹാർ എഗ്രിമെന്റ് ഒപ്പിട്ടു. ഇനി പറയുന്നതാണ് ഏറ്റവും ശ്രദ്ധിച്ച് കേൾക്കേണ്ടത്. രണ്ടാമത്തെ കാര്യം, ഏതെങ്കിലും മൂന്നാം കക്ഷിയുടെ സമ്മർദ്ദത്തിൽ ഞാൻ എൻ്റെ തീരുമാനം എടുക്കുകയില്ല. നമ്മൾ നമ്മുടെ തീരുമാനം സ്വയം എടുക്കും. ആർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും. മോദിയുടെ ചമച്ചകളുടെ മുഖത്തെ ആ ഭാവം കണ്ടോ? മോദിയുടെ ഈ ഭാവാവിനെയും കാണുമ്പോൾ അവർക്ക് രതിനിർവൃതി ഉണ്ടായതുപോലെയാണ് അവരുടെ മുഖഭാവം കാണിക്കുന്നത്. ഈ ചബഹർ പോർട്ടാണ് ഇന്ത്യ പരിപൂർണമായി വേണ്ടെന്ന് വെച്ച് ഇപ്പോൾ ഒഴിവായിരിക്കുന്നത്. ഒരേ ഒരു കാരണത്താൽ, ട്രംപിന്റെ 25% താരിഫ് ഭീഷണി. ഓർക്കണം, ഇതുവരെയും ഇന്ത്യയും അമേരിക്കയുമായി വ്യാപാര കരാറിൽ ധാരണയായില്ല എന്നുള്ളത്. ഇത് വെറുതെ പറയുന്നതാണ് എന്ന് മന്ദഭക്തർ കമന്റ് ഇടാൻ മടിക്കില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. അതിനാൽ വ്യക്തമായ തെളിവ് കണ്ടുകൊള്ളൂ.
ഇത് എക്കണോമിക്സ് ടൈംസിൽ ഇതിനെക്കുറിച്ച് വന്ന വാർത്ത. ഇറാനിലെ ചാബഹർ പോർട്ടിൽ ഇന്ത്യയുടെ എല്ലാ ഇൻവോൾവ്മെന്റും തകർന്നിരിക്കുകയാണ്. ആ ഹൈലൈറ്റ് ചെയ്ത ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത് കണ്ടോ? കഴിഞ്ഞ സെപ്റ്റംബറിൽ അമേരിക്കയുടെ സാങ്ഷൻ വരുന്നതിന് തൊട്ടു മുൻപ് ഇന്ത്യ $120 മില്യൺ ഇറാന് ഇതിനുവേണ്ടി കൈമാറി. അതായത് ഈ പോർട്ട് ഡെവലപ്പ് ചെയ്ത് നടത്താനുള്ള അവകാശം നേടിയതിന്റെ പേരിൽ ഇറാന് കൊടുക്കാനുള്ള തുകയുടെ മുഴുവനും കൊടുത്തു തീർന്നു. $120 മില്യൺ, ഏതാണ്ട് 1900 കോടി രൂപ ഈ കഴിഞ്ഞ സെപ്റ്റംബറിൽ ഇറാന് കൈമാറി. കക്ഷത്തിലിരുന്നത് പോവുകയും ചെയ്തു, ഉത്തരത്തിലിരുന്നത് എടുക്കാനും പറ്റിയില്ല. കയ്യിലിരുന്ന കാശും കളഞ്ഞു. അവസാനം ട്രംപിന്റെ ഭീഷണിയെ തുടർന്ന് കൊടുക്കേണ്ട തുകയെല്ലാം കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇത് പരിപൂർണമായി ഉപേക്ഷിച്ചു. ആരും പറയുന്നത് കേട്ടല്ല, ഭീഷണിപ്പെടുത്തുന്നത് കേട്ടല്ല, സ്വയം തീരുമാനമെടുക്കും എന്ന് മോദി പറഞ്ഞത് കേട്ട് ഇളിച്ചുകൊണ്ടിരിക്കുന്ന ഈ രാഹുൽ കൺവൽ 2 ദിവസങ്ങൾക്ക് മുൻപ് മോദിയെ മുന്നിൽ നിർത്തിക്കൊണ്ട് പാദസേവ ചെയ്യുന്നത് മുഴുവനും കേട്ടുകൊള്ളൂ. അയാൾ ഇത് പറയുന്നത് കേൾക്കുമ്പോഴുള്ള മോദിയുടെ മുഖഭാവവും ശ്രദ്ധിക്കാൻ മറക്കല്ലേ. Recently, India faced tough new challenges with trade tariffs which were imposed by the United States. While many leaders globally yielded under pressure, you, Modi ji, chose to stand firm and push back. India's trade negotiators showed flexibility in talks, but the message from the leadership was clear. This Naya Bharat will not bend. The interests of 1.4 billion people remain non-negotiable. Decisive leadership is never easy. It demands courage and it comes with its fair share of costs. You have proved time and again that no matter what the risk, Modi ko darana mushkil hi nahi, namumkin bhi hai. ഇങ്ങനെ നാണം കെട്ട് നക്കുന്നവന്മാരോട്, ജനങ്ങളെ ഇതുപോലെ മണ്ടന്മാരാക്കുന്നവരോട് എന്താണ് പറയേണ്ടത്? ഇവനെയൊക്കെ മുക്കാലിയിൽ കെട്ടി 300 അടി കൊടുത്താലും മതിയാവില്ല. നമ്മുടെ ഭാഗ്യം കൊണ്ട് മലയാളത്തിൽ കേരളത്തിൽ ഇങ്ങനെയുള്ള ആങ്കർമാർ വളരെ വിരളമായിരുന്നതിനാലും കേരളത്തിലെ ബഹുഭൂരിപക്ഷം ജനങ്ങൾക്കും വിവേകമുള്ളതിനാലും നമ്മളെ മണ്ടന്മാരാക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ ഓൾറെഡി മണ്ടന്മാരായിരുന്ന നോർത്ത് ഇന്ത്യയിലെ മതഭ്രാന്ത് മൂത്ത സംഘികളെ പരിപൂർണ മണ്ടന്മാരാക്കുകയാണ് ഈ ക്രിമിനൽ മീഡിയകൾ ചെയ്തത്. ഇന്ത്യയുടെ വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാളിനോട് ഇതിനെക്കുറിച്ച് ചോദ്യം ചോദിച്ചപ്പോൾ അയാൾ ഉരുണ്ട് കളിക്കുന്നത് കണ്ടുകൊള്ളൂ. On the question of Chabahar, on 28th October 2025, as you are aware, the US Department of Treasury had issued a letter outlining the guidance on the conditional sanctions waiver, which is valid till 26th April 2026. We remain engaged with the US side in working out this arrangement. അമേരിക്കയുമായി ഇതിനെക്കുറിച്ച് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്ന്. കഴിഞ്ഞ സെപ്റ്റംബറിൽ ഇന്ത്യക്ക് ഇതിന്റെ കാര്യത്തിൽ ഏപ്രിൽ വരെ അമേരിക്ക ഇളവ് നൽകിയിരുന്നതായിരുന്നു, ഈ വർഷം ഏപ്രിൽ വരെ. എന്നാൽ ഇപ്പോൾ പൊടുന്നനെ ഇറാനുമായി വ്യാപാരത്തിൽ ഏർപ്പെടുന്നവർക്കെതിരെ 25% താരിഫ് ഏർപ്പെടുത്തുമെന്ന് പറഞ്ഞപ്പോൾ പരിപൂർണമായി ഇത് ഉപേക്ഷിച്ചു. എന്നാൽ വിദേശകാര്യ മന്ത്രാലയം പറയുന്നത് അമേരിക്കയുമായി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്ന്. സ്വയം തീരുമാനമെടുക്കുന്ന, സ്വന്തം കാര്യം നടത്തുന്ന മോദി എന്തിനാണ് അമേരിക്കയുമായി സ്വന്തം കാര്യത്തിൽ ചർച്ച നടത്തുന്നത്? 2019 അമേരിക്കൻ ഭീഷണിയെ തുടർന്ന് ഇന്ത്യ ഇറാനിൽ നിന്ന് ഓയിൽ വാങ്ങുന്നത് പരിപൂർണമായി നിർത്തലാക്കിയപ്പോൾ ഇറാന്റെ ചീപ്പ് ഓയിലെല്ലാം വാങ്ങിക്കുന്നത് ചൈനയാണ്. എന്നാൽ ചൈനയ്ക്കെതിരെ അമേരിക്ക യാതൊരു നടപടിയും എടുത്തില്ല. കാരണം ട്രംപിന്റെ കളി ചൈനയോട് വിലപ്പോവില്ല എന്ന് ട്രംപിനറിയാം. ഈ പോർട്ട് നമുക്ക് സ്ട്രാറ്റജിക്കലി വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. പാകിസ്ഥാനിൽ ചൈന നടത്തിപ്പോരുന്ന ഗ്വാദർ പോർട്ടിന് പ്രതിരോധമായി ഇന്ത്യക്കുള്ള ഏക പോർട്ടായിരുന്നു ഇത്. 2014 മെയ്യിൽ ഇന്ത്യയും ഇറാനും ഔദ്യോഗികമായി 10 വർഷത്തെ എഗ്രിമെന്റ് സൈൻ ചെയ്തതായിരുന്നു ഇന്ത്യക്ക് ഈ പോർട്ട് വികസിപ്പിക്കാനും നടത്താനുമുള്ള അവകാശം. ഇന്ത്യൻ പോർട്സ് ഗ്ലോബൽ ലിമിറ്റഡും ഇറാന്റെ പോർട്സ് ആൻഡ് മാരിടൈം ഓർഗനൈസേഷനും തമ്മിലാണ് ഇന്ത്യയുടെ ദീർഘകാല സ്ട്രാറ്റജിക് വ്യാവസായിക കാര്യങ്ങൾക്ക് വളരെയേറെ ഗുണപ്പെടുന്ന ഈ ദീർഘകാല എഗ്രിമെന്റ് ഒപ്പുവെച്ചത്. അതുവഴി ഇന്ത്യക്ക് 10 വർഷത്തേക്ക് ഈ പോർട്ടിലെ എല്ലാ വ്യാവസായിക കാർഗോകളും നിയന്ത്രിക്കാനുള്ള അവകാശം ഉറപ്പായും പിന്നീട് അത് പുതുക്കാനും അതുവഴി ദീർഘകാല നേട്ടം ഉണ്ടാക്കാനുമുള്ള വലിയ അവസരമാണ് ഇപ്പോൾ $120 മില്യൺ വേസ്റ്റാക്കി ഉപേക്ഷിച്ച് പോരേണ്ടി വന്നത്.
ട്രംപിന്റെ മുന്നിൽ ആയുധം വെച്ച് പരിപൂർണമായ കീഴടങ്ങൽ. ഇന്ത്യക്കാരുടെ മൊത്തം മാനമാണ് ഇതുവഴി ഇയാൾ നഷ്ടപ്പെടുത്തിയത്. എന്നിട്ടും ഇയാളുടെ ബിസ്ക്കറ്റ് തിന്നുന്ന നാണംകെട്ട ഗോധി മീഡിയകൾ വീണ്ടും ലോകോത്തര നുണകളുമായി ജനങ്ങളെ കബളിപ്പിക്കുകയാണ്. ലോകത്തെ മറ്റൊരു രാജ്യവും ട്രംപിന്റെ മുന്നിൽ കീഴടങ്ങിയിട്ടില്ല. ലോകത്തിൽ ഒരേ ഒരു രാജ്യം 56 ഇഞ്ച് നോൺ ബയോളജിക്കൽ മോദിയുടെ രാജ്യം മാത്രമാണ് ഇതേപോലെ നാണംകെട്ട് കീഴടങ്ങിയത്. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് വളരെയേറെ വെട്ടിക്കുറച്ചു. ഇപ്പോൾ ഇറാനുമായുള്ള വ്യാപാരം പരിപൂർണമായി അവസാനിപ്പിച്ചു. ഇതുവഴി രാജ്യത്തിന് എന്തെങ്കിലും നേട്ടമുണ്ടായെങ്കിൽ അതെങ്കിലുമായി എന്ന് ഓർക്കാമായിരുന്നു. എന്നാൽ അതുമില്ല. സംഖ്യകൾ കാരണം ഇന്ത്യക്കുണ്ടായ ഈ ഗതികേട് എല്ലാ ഇന്ത്യക്കാരുമാണ് അനുഭവിക്കുന്നത് എന്നുള്ളതാണ് വലിയ സങ്കടം. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്?